നമസ്കാരം, ഡോക്ടർ കെമിസ്ട്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 4 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. We all know that matter is made up of different type of elements. Under normal conditions, only noble gases exist as independent atoms, while other elements exist as groups of atoms. These groups of atoms are called molecules. How can they exist as a group? Then there must be something which helps them to exist as a group, right? So in terms of chemistry, we can say there must be some attractive force which holds them together, which holds these constituent atoms or independent atoms together. This attractive force is called a chemical bond. So how can we define a chemical bond? A chemical bond is the attractive force which holds various constituents together in different chemical species, and these constituents may be atoms, ions, etc. Okay, so chemical bond is the attractive force which holds various constituents together in different chemical species. So why do atoms exist as a group of atoms, or why do atoms combine and only certain combinations are possible? So why is it so? To explain these questions, different theories have been put forward, and these theories are Kossel-Lewis approach, VB theory, Vesper theory, and MO theory or molecular orbital theory. So എന്താണ് നമ്മൾ പറഞ്ഞത്? കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പൊ നമുക്കറിയാം മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സ് കൊണ്ടാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ നോർമൽ കണ്ടീഷൻസിൽ ഓൺലി നോബിൾ ഗ്യാസസ് മാത്രമാണ് ഇൻഡിപെൻഡന്റ് ആറ്റംസ് ആയിട്ട്, അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള എലമെന്റ്സ് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആയിട്ടാണ്. ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് അവർക്കൊരു ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അവയെ ഗ്രൂപ്പായിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കുറെ ആറ്റംസിനെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവരെ തമ്മിൽ ഒരുമിച്ച് നിർത്തുന്ന എന്തെങ്കിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെ? ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കെമിക്കൽ ബോണ്ട്. സോ കെമിക്കൽ ബോണ്ടിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾഡ്സ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻസ് ടുഗദർ ഇൻ ഡിഫറെന്റ് കെമിക്കൽ സ്പീഷീസ്. സോ ഈ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞാൽ അത് ആറ്റംസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം. ആറ്റംസിനെ തമ്മിൽ ഒരുമിച്ച് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ അയോൺസിനെ തമ്മിൽ ഒരുമിച്ച് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആവാം. ഓക്കെ, സോ കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആറ്റംസിനെയോ അയോൺസിനെയോ അല്ലെങ്കിൽ ഡിഫറെന്റ് കോൺസ്റ്റിറ്റ്യൂവൻസിനെ, വേരിയസ് കോൺസ്റ്റിറ്റ്യൂവൻസിനെ ഒരുമിച്ച് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് കെമിക്കൽ. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറെ ക്വസ്റ്റ്യൻസ് വന്നു. അതായത് എന്തുകൊണ്ടാണ് ആറ്റംസ് ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അതുപോലെ എന്തുകൊണ്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത്? അതുപോലെ തന്നെ ചില സർട്ടൻ കോമ്പിനേഷൻസ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ, ചില കോമ്പിനേഷൻസ് പോസിബിൾ അല്ല. അതിന്റെ റീസൺ എന്താണ്? ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ അതിനുള്ള എക്സ്പ്ലനേഷൻ ആയിട്ട് കുറെ തിയറീസ് വന്നു. ഈ തിയറീസ് ആണ് കൊസൽ-ലൂയിസ് അപ്രോച്ച്, VB തിയറി, വെസ്പർ തിയറി ആൻഡ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി, MO തിയറി. അപ്പൊ നമുക്ക് ഈ തിയറീസ് ഓരോന്നായിട്ട് കാണാം. സോ ഫസ്റ്റ് തിയറി, കൊസൽ-ലൂയിസ് അപ്രോച്ച്. This theory was provided in 1916. It is based on the inertness of noble gases. Okay, so Kossel-Lewis approach is based on the inertness of noble gases. So what is the meaning of inertness? Inertness means unreactivity. We have already seen under normal conditions, noble gases exist as independent atoms, right? So they are not reacting with other atoms, or they are not combining with other atoms. It's because of their inertness. Okay, they have a tendency to exist as independent atoms. This is called inertness. Their inertness is because of their completely filled electronic configuration. So എന്താണ് നമ്മൾ പറഞ്ഞത്? നോബിൾ ഗ്യാസസിന്റെ ഇനേർട്ട്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഇനേർട്ട്നെസ്? ഇനേർട്ട്നെസ് എന്ന് പറഞ്ഞാൽ അൺറിയാക്ടിവിറ്റി. അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ല, അതാണ് ഇനേർട്ട്നെസ്. സോ എന്തുകൊണ്ടാണ് അവർ ഇനേർട്ട് ആയത്? നോബിൾ ഗ്യാസസ് ഇനേർട്ട് ആയത്? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദിയർ കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് അവയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം, അവയുടെ വാലൻസ് ഷെല്ലിൽ അവയ്ക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത് അവയ്ക്ക് 8 ഇലക്ട്രോൺസ്, അവയ്ക്ക് ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോബിൾ ഗ്യാസസ് ഓൾറെഡി
ഒക്ടറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ട്. അവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് അവർ അൺറിയാക്റ്റീവ് ആയത് ഓർ ഇനേർട്ട് ആയത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ലൂയിസ് ഒരു ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്തത് ഇതുപോലെയാണ് അല്ലെ. നമുക്ക് കാണാം ഒരു ക്യൂബ് ഉണ്ട്, അതുപോലെ തന്നെ ക്യൂബിന്റെ സെന്ററിൽ ഒരു ഡോട്ട് ഉണ്ട്. ഇതാണ് കേർണൽ. ഓക്കെ, ഈ ക്യൂബിന്റെ സെന്ററിലുള്ള ഡോട്ട് ആണ് കേർണൽ. കേർണൽ മീൻസ് ന്യൂക്ലിയസ് പ്ലസ് ഇന്നർ ഇലക്ട്രോൺസ്. അത് ന്യൂക്ലിയസ് മാത്രമല്ല, ന്യൂക്ലിയസ് പ്ലസ് ഇന്നർ ഇലക്ട്രോൺസ്. ഓക്കെ, ആൻഡ് ദ ക്യൂബ് റെപ്രസെന്റ്സ് ദി ഔട്ടർ ഷെൽ. Okay, so Lewis pictured an atom like this, and it has two parts, kernel and outer shell. Kernel represents the nucleus and inner electrons. It also has an outer shell. Outer shell is a cube and electrons occupy the corners of this cube. So how many corners does it have? It has, we can say it has 8 corners. Electrons occupy the corners of this cube. So how many electrons can it accommodate? It can accommodate a maximum of 8 electrons. So if an atom has 8 electrons, we can say that atom has a stable electronic arrangement. Okay, ലൂയിസ് അപ്രോച്ചിൽ ലൂയിസ് ഒരു ആറ്റത്തിനെ റെപ്രസെന്റ് ചെയ്തത് കേർണലും ഔട്ടർ ഷെല്ലും ആയിട്ടാണ്. അതായത് കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് പ്ലസ് ഇന്നർ ഇലക്ട്രോൺസ്. ഔട്ടർ ഷെല്ലിനെ റെപ്രസെന്റ് ചെയ്തത് ഇതുപോലെയാണ്, ഒരു ക്യൂബ് ആയിട്ടാണ്. ഈ ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട്. ഈ ക്യൂബിന്റെ 8 കോർണേഴ്സിലാണ് ഓരോ കോർണറിലും ഓരോ ഇലക്ട്രോൺ. അതുപോലെയാണ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട്. ഈ 8 കോർണേഴ്സിലാണ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ മാക്സിമം അതിന് 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഒരു ആറ്റത്തിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ആ ആറ്റത്തിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് ഉണ്ട്. ഓക്കെ, ഇനി സോഡിയത്തിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയായിരിക്കും? സോഡിയത്തിന് നമുക്കറിയാം, സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്, അതായത് 281. സോ സോഡിയത്തിന്റെ ഔട്ടർ ഷെല്ലിൽ ആകെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാകുമ്പോൾ സോഡിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സോഡിയത്തിന് ആകെ ഒരു കോർണറിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇനി നോബിൾ ഗ്യാസസിന്റെ കേസിലാണെങ്കിലോ? നോബിൾ ഗ്യാസസിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം നോബിൾ ഗ്യാസസിന്റെ ഔട്ടർ ഷെല്ലിൽ അവയ്ക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂബിന്റെ എല്ലാ കോർണേഴ്സും ഒക്യുപ്പൈഡ് ആയിരിക്കും. Because it can accommodate a maximum of 8 electrons. സോ നോബിൾ ഗ്യാസസിനാണെങ്കിൽ എല്ലാ കോർണേഴ്സും ഒക്യുപ്പൈഡ് ആയിരിക്കും. സോഡിയത്തിന്റെ കേസിൽ സോഡിയത്തിന് ആകെ ഒരു ബാലൻസ് ഷെൽ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കോർണർ മാത്രമേ ഒക്യുപ്പൈഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ Kossel-Lewis approach, it is based on the inertness of noble gases, and noble gases are inert. It is because of their 8 electrons, or it is because of their completely filled electronic configuration. So atoms have a tendency to attain stable octet. So they achieve stable octet by combining with other atoms. Okay, so atoms in a stable octet attain ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അവരെങ്ങനെയാണ് ഈ സ്റ്റേബിൾ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യുന്നത്? ബൈ കമ്പൈനിങ് വിത്ത് അതർ ആറ്റംസ്. So they can combine with other atoms in different ways. In the case of NaCl, this can happen by transfer of electrons. So Lewis postulated that atoms achieve stable octet by combining with other atoms. Okay, അപ്പോൾ ഈ സ്റ്റേബിൾ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് ബാക്കിയുള്ള ആറ്റംസിനായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേബിൾ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവയ്ക്ക് സ്റ്റേബിൾ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാനായിട്ട് ഡിഫറെന്റ് വേസ് ഉണ്ട്. അതായത് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് സ്റ്റേബിൾ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ട് സ്റ്റേബിൾ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെ കേസ് നോക്കാം. സോഡിയം ക്ലോറൈഡിന്റെ കേസ് നോക്കുകയാണെങ്കിൽ സോഡിയത്തിന് നമുക്കറിയാം, സോഡിയത്തിന് 281 ആണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ക്ലോറിന്റേത് 287 ആണ്. സോ സോഡിയത്തിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ക്ലോറിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. സോ സോഡിയത്തിന് 7 മോർ ഇലക്ട്രോൺസ് കിട്ടിയാലാണ് അതിന് സ്റ്റേബിൾ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കുക. എന്നാൽ ക്ലോറിന് ഒരു ഇലക്ട്രോൺ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ ഈ 7 ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലേ? അതിനേക്കാളും ഈസിയർ ആയിട്ടുള്ള വേ എന്താണ്? ഈ ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാം. ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താവും? 28 ആവും, ഇതാവും അല്ലെ? അപ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇതാണ്. അപ്പോൾ അതിന് 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയത്തിന് സ്റ്റേബിൾ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ ക്ലോറിനാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്താൽ
ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താവും 288 ആവും അല്ലെ. അപ്പൊ അതിനും ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് ഡൊണേറ്റ് ചെയ്യും. ഓക്കെ, സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് ഡൊണേറ്റ് ചെയ്യും ഓർ ക്ലോറിന് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താവും 28 ആവും. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താവും 288 ആവും. അപ്പൊ രണ്ടുപേർക്കും ഒക്ടറ്റ് കിട്ടി. അപ്പൊ രണ്ടുപേരും സ്റ്റേബിൾ ആയി. ഓക്കെ, അപ്പൊ സോഡിയം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം എന്താവും Na എന്നുള്ളത് Na പ്ലസ് ആവും അല്ലെ. അതിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. അതുപോലെ ക്ലോറിന് ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാണ്. നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പൊ ക്ലോറിന് ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോൾ ക്ലോറിന്റെ ചാർജ് എന്താവും Cl മൈനസ് ആവും. ഓക്കെ, ബിക്കോസ് അതിന് ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. അതായത് എങ്ങനെയാണ് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വരുന്നത്? നമുക്കറിയാം സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ് അല്ലെ. അതിന്റെ അർത്ഥം അതിന് 11 പ്രോട്ടോൺസും 11 ഇലക്ട്രോൺസും ഉണ്ട്. അതുകൊണ്ടാണ് അത് ന്യൂട്രലായ ആറ്റമായത്. ഇനി സോഡിയം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ 10 ആവും. 11ൽ നിന്ന് 10 ആവും. ഇത് ഇലക്ട്രോണിന്റെ നമ്പർ ആണ്, ഇത് പ്രോട്ടോൺസിന്റെ നമ്പർ ആണ് അല്ലെ. അപ്പോൾ അതിന് ഒരു പ്രോട്ടോൺ കൂടുതലുണ്ട്. അതുകൊണ്ട് സോഡിയത്തിന്റെ ചാർജ് പോസിറ്റീവ് Na പ്ലസ്. ഒരു പ്രോട്ടോൺ ആണ് കൂടുതലുള്ളത്, സോ Na പ്ലസ്. ഇനി ക്ലോറിന്റെ കേസിലാണെങ്കിൽ ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. സോ അതിന് 17 പ്രോട്ടോൺസും 17 ഇലക്ട്രോൺസും ഉണ്ട്. ഇനി ഒരു ഇലക്ട്രോൺ അത് സോഡിയത്തിൽ നിന്ന് റിസീവ് ചെയ്യുമ്പോൾ 17 ഇലക്ട്രോൺസ് എന്നുള്ളത് 18 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ അതിന് ഒരു ഇലക്ട്രോൺ കൂടുതലുണ്ട്. സോ അതിനൊരു നെഗറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, സോ വെൻ സോഡിയം ട്രാൻസ്ഫർ an electron to chlorine, sodium becomes Na plus ion and chlorine becomes Cl minus ion. These positively and negatively charged ions are stabilized by electrostatic force of attraction. ഓക്കെ, ഇവരുടെ ചാർജ് ഓപ്പോസിറ്റ് ആണ് അല്ലെ. സോഡിയത്തിന്റെ ചാർജ് Na പ്ലസ് ആണ്, അതുപോലെ ക്ലോറിന്റെ ചാർജ് Cl മൈനസ് ആണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് നമുക്കറിയാം they always attract. So there is an electrostatic force of attraction between these oppositely charged ions. Okay, sodium chloride exist ചെയ്യുന്നത് Na plus and Cl minus ions ആയിട്ടാണ്. അതായത് ഈ Na plus അയോണിനെയും Cl minus അയോണിനെയും തമ്മിൽ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ സോഡിയം ക്ലോറൈഡിന്റെ കേസിൽ സോഡിയം ഒരു ഇലക്ട്രോൺ ക്ലോറിന് ഡൊണേറ്റ് ചെയ്യുന്നു. ഇവർ തമ്മിലുള്ള കെമിക്കൽ ബോണ്ടിങ് എങ്ങനെയാണ് പോസിബിൾ ആയിട്ടുള്ളത്? ബൈ ട്രാൻസ്ഫറിങ് ആൻ ഇലക്ട്രോൺ. ഇനി Cl2ന്റെ കേസ് എടുക്കാം. Cl2 എന്നുള്ള മോളിക്യൂൾ ഫോം ചെയ്യുന്നത് ക്ലോറിന് നമുക്കറിയാം 287 ആണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇവയ്ക്ക് എങ്ങനെ ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ സാധിക്കും? അതായത് ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ മാത്രം ഞാനിവിടെ വരയ്ക്കാം. ക്ലോറിന് 7 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇതിന് ഒരു ഇലക്ട്രോൺ കൂടെ വേണം. അപ്പോൾ എന്ത് ചെയ്യും? ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോൺ ഷെയർ ചെയ്യും. അതായത് ഈ 2 ക്ലോറിൻ ആറ്റംസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺ ഈ ക്ലോറിൻ ആറ്റത്തിന്റെയാണ്, അതുപോലെ ഈ ക്രോസ് ഇലക്ട്രോൺ ഈ ക്ലോറിൻ ആറ്റത്തിന്റെയാണ്. ഈ 2 ക്ലോറിൻ ആറ്റംസും ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് ഇവിടെ കെമിക്കൽ ബോണ്ടിങ് പോസിബിൾ ആവുന്നത്. ഓക്കെ, സോ കെമിക്കൽ ബോണ്ടിങ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോസിബിൾ ആവാം, അതുപോലെ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് പോസിബിൾ ആവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കെമിക്കൽ ബോണ്ടിങ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ വഴിയോ കെമിക്കൽ ബോണ്ടിങ് പോസിബിൾ ആവാം. ഇനി ഏതൊക്കെ കേസിലാണ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത് അല്ലെങ്കിൽ ഡൊണേഷൻ ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത്, അതുപോലെ ഏതൊക്കെ കേസിലാണ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് മെറ്റലും നോൺ മെറ്റലും തമ്മിലാണെങ്കിൽ, ഇപ്പൊ നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ കേസ് കണ്ടു. സോഡിയം എന്താണ്? സോഡിയം ഇസ് എ മെറ്റൽ ആൻഡ് ക്ലോറിൻ ഇസ് എ നോൺ മെറ്റൽ. സോ മെറ്റലും നോൺ മെറ്റലും തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോണും ഗെയിൻ ഓഫ് ഇലക്ട്രോണും ആണ് നടക്കുന്നത്. അതായത് മെറ്റൽ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും, അതുപോലെ ക്ലോറിൻ ഇലക്ട്രോണിനെ റിസീവ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. അതായത് അയോണിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഡിയം ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ Na പ്ലസ് അയോൺ ആവും, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുമ്പോൾ Cl മൈനസ് ആവും. അപ്പൊ ഇവര് രണ്ടുപേരും അയോൺസ് ആണ് അല്ലെ. അപ്പൊ ഈ കോമ്പൗണ്ട് എന്ത് കോമ്പൗണ്ട് ആണ്? അയോണിക് കോമ്പൗണ്ട് ആണ്.
ഇവർ തമ്മിലുള്ള ബോണ്ട് എന്താണ്? അയോണിക് ബോണ്ട് ഓർ വി കൻ സേ ഇലക്ട്രോ വാലന്റ് ബോണ്ട്. സോ അയോണിക് ബോണ്ട് ഫോം ചെയ്യുന്നത്, അയോണിക് ബോണ്ടിങ് പോസിബിൾ ആവുന്നത് മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇനി നോൺ മെറ്റൽസ് തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലോറിൻ Cl2 ഓർ H2 ഓർ N2, ഇവർ തമ്മിൽ ഈ കോമ്പിനേഷനിൽ ഇവരൊക്കെ തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ, ക്ലോറിനും കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു ഇവർ രണ്ടുപേരും ഇലക്ട്രോൺസിനെ ഒരാൾ ഡൊണേറ്റ് ചെയ്യുന്നില്ല, മറ്റാൾ റിസീവ് ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കേസിൽ ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഇവർ ഇലക്ട്രോൺസ് ജസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അയോണിക് കോമ്പൗണ്ട് ആണ് ഫോം ചെയ്യുന്നത്. എന്നാൽ നോൺ മെറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ കോവലന്റ് കോമ്പൗണ്ട്സ് ആണ് ഫോം ചെയ്യുന്നത്. ഈ കോവലന്റ് കോമ്പൗണ്ട്സിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണാം. ഓക്കെ, സോ നമുക്ക് സോഡിയം മെറ്റൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ സോഡിയത്തിന് കിട്ടുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. സോഡിയം ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്തായി? സോഡിയം Na+ ആയി ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്തു. ഓക്കെ, സോ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു? 281 ആണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, സോഡിയത്തിന് തൊട്ടു മുമ്പുള്ള നോബിൾ ഗ്യാസ് എന്താണ്? Ne ആണ്. അതായത് Ne-യുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 28 ആണ്. സോ നമുക്ക് 28നെ Ne നിയോൺ എന്ന് എഴുതാം. പിന്നീട് ലാസ്റ്റ് ഇതിന് ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് 3s ഷെല്ലാണ്. സോ Ne3s1. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 എന്നുള്ളത് നമുക്ക് Ne3s1 എന്ന് എഴുതാം. ഇനി സോഡിയം ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തപ്പോൾ എന്തായി? Na+ ആയി അല്ലേ? അപ്പോൾ ഈ 3s1 എന്നുള്ളത് റിമൂവ്ഡ് ആയി, ബിക്കോസ് ഈ ഇലക്ട്രോൺ റിമൂവ്ഡ് ആയി. അപ്പോൾ നമുക്ക് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Ne മാത്രമായി. അതായത് അതിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. ഇനി ക്ലോറിന്റെ Cl- നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യാണ് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? Cl+ ഇലക്ട്രോൺ gives Cl-. ഓക്കെ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആരോയുടെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയത്. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഇലക്ട്രോണിനെ ഈ ആരോയുടെ റൈറ്റ് സൈഡിൽ എഴുതിയത്. ഇനി ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. ക്ലോറിന് തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് നിയോൺ ആണ്. സോ നിയോൺ 3s2 3p5 ആണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ക്ലോറിൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തതിന് ശേഷം അതിന് ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടുകയാണ്, എക്സ്ട്രാ ഇലക്ട്രോൺ കിട്ടുകയാണ്. അപ്പൊ 3s2 3p6 ആവും അല്ലെ? ക്ലോറിന് ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടുകയാണ്, അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ 3s2 3p6 ആയി. Ne3s2 3p6 അല്ലെങ്കിൽ ഇത് ഈ Ne3s2 3p6 എന്നുള്ളത് ആർഗണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ നമുക്ക് അതുപോലെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ രണ്ടുപേരും സ്റ്റേബിൾ ആയി. ഓക്കെ, രണ്ടുപേരും സ്റ്റേബിൾ ആയി. Na എന്നുള്ളത് Na+ അയോണും ആണ്, Cl എന്നുള്ളത് Cl- അയോണും ആണ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ഉണ്ട്. These two oppositely charged ions are stabilized by electrostatic force of attraction. The bond between these ions is called electrovalent bond. So how can we define an electrovalent bond? Electrovalent bond is the bond formed as a result of the electrostatic force of attraction between the positive and negative ions. Okay, positive ionsum negative ionsum തമ്മിലുള്ള electrostatic force of attraction കൊണ്ട് ഫോം ചെയ്യുന്ന ബോണ്ടാണ് electrovalent bond, and this bond is a very strong bond. Okay, electrovalent bond or ionic bond വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. സോ നമുക്ക് മനസ്സിലായല്ലോ, ഒരു ആറ്റം വേറൊരു ആറ്റത്തിന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ കൊണ്ട് ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഇലക്ട്രോവാലന്റ് ബോണ്ട്. ഓക്കെ, ഇവർ ഇലക്ട്രോണിനൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനാണ്? ആറ്റംസിന് ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോഡിയം ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ സോഡിയത്തിന് ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാണ് ചെയ്യുന്നത്, സോഡിയം ഒക്ടറ്റ് അറ്റൈൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് സോഡിയത്തിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലോറിന് 7 ഇലക്ട്രോൺസ് ആണുള്ളത് വാലൻസ് ഷെല്ലിൽ. സോ അതിന് ഒക്ടറ്റ് അറ്റൈൻ ചെയ്യണമെങ്കിൽ ഒരു ഇലക്ട്രോൺ കൂടെ വേണം. ആ ഒരു ഇലക്ട്രോൺ സോഡിയത്തിൽ നിന്നും ക്ലോറിൻ റിസീവ് ചെയ്യുന്നു. അങ്ങനെ ക്ലോറിൻ റിസീവ് ചെയ്യുമ്പോൾ ക്ലോറിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുന്നു. ഓക്കെ, അതായത് ആർഗൺ നോബിൾ ഗ്യാസ് ആണ്. സോ ആർഗണിന്റെ പോലെയുള്ള സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടുന്നു. ഓക്കെ, സോ Kossel-Lewis അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത്
നോബിൾ ഗ്യാസസിന്റെ ഇനേർട്ട്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള ആറ്റംസും ആ നോബിൾ ഗ്യാസസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നു. അത് അവയ്ക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടാവാം. ചില കേസിൽ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു, ചില കേസിൽ ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നു. ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് നടക്കുന്നത് ഏത് കേസിലാണ്? മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് ആണ്. അതുപോലെ തന്നെ നോൺ മെറ്റൽസ് തമ്മിലാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഷെയറിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ലൂയിസ് സിമ്പിൾസ്. ലൂയിസ് സിമ്പിൾസ് സോ സിമ്പിൾ ആണ്, അതായത് സിമ്പിൾ ഓഫ് എൻ എലമെന്റ് പ്ലസ് വാലൻസ് ഇലക്ട്രോൺസ്, അതാണ് ലൂയിസ് സിമ്പിൾ. ലിഥിയത്തിന്റെ കേസിലാണെങ്കിൽ ലിഥിയത്തിന് എത്ര ഇലക്ട്രോൺസ് ആണുള്ളത്? 3 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1s2 സോ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അതിന് ഒരു ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. സോ സിമ്പിൾ പ്ലസ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഓർ വാലൻസ് ഷെൽ ഇലക്ട്രോൺ. ലിഥിയത്തിന്റെ കേസിലാണെങ്കിൽ അതിന് ഒരു ഇലക്ട്രോൺ മാത്രമേ വാലൻസ് ഷെല്ലിലുള്ളൂ, അപ്പോൾ ഒരു ഡോട്ട്. വാലൻസ് ഇലക്ട്രോണിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആസ് ഡോട്ട്സ് അറൌണ്ട് ദി സിമ്പിൾ ഓഫ് ദി എലമെന്റ്. ഓക്കെ, അതായത് എലമെന്റിന്റെ സിമ്പിൾ എഴുതും, എന്നിട്ട് വാലൻസ് ഇലക്ട്രോൺസിനെ ഡോട്ട്സ് ആയിട്ട് അതിന്റെ ചുറ്റും റെപ്രസെന്റ് ചെയ്യും. ഇനി 4 ഇലക്ട്രോൺസ് വരെയാണ് ഉള്ളതെങ്കിൽ 4 ഡോട്ട്സ് ഒറ്റയ്ക്ക് റെപ്രസെന്റ് ചെയ്യും. ഇനി 4 ഇലക്ട്രോൺസ് വരെ നമ്മൾ സിംഗിൾ ഡോട്ട്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ലിഥിയത്തിന് 1 ഇലക്ട്രോൺ ആണുള്ളത്. ഇനി ബെറിലിയം വരുമ്പോൾ ബെറിലിയത്തിന് 2 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗിൾ ഡോട്ട്സ്, മുകളിൽ ഒരെണ്ണം താഴെ ഒരെണ്ണം, അങ്ങനെ റെപ്രസെന്റ് ചെയ്യും. ഇനി ബോറോണിന്റെ കേസിലാണെങ്കിൽ ബോറോണിന് 3 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഷെല്ലിലുള്ളത്. അപ്പോഴും 3 ഇലക്ട്രോൺസ് സിംഗിൾ ഡോട്ട്സ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി കാർബൺ ആണെങ്കിൽ കാർബണിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോഴും നമ്മൾ സിംഗിൾ ഡോട്ട്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എലമെന്റിന്റെ സിമ്പിളിന് ചുറ്റും. ഇനി 5th ഇലക്ട്രോൺ ഓൺവേർഡ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് പെയർ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ടാണ്. അതായത് നൈട്രജന്റെ കേസ് എടുക്കാം. നൈട്രജൻ വന്നപ്പോൾ 5 ഇലക്ട്രോൺസ് ഉണ്ട് വാലൻസ് ഷെല്ലിൽ. സോ 1 2 3 4 നമ്മൾ റെപ്രസെന്റ് ചെയ്തു. പിന്നെ ഒരു ഇലക്ട്രോൺ ഉള്ളത് ഇങ്ങനെ പെയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ, ദെൻ സിംഗിൾ ഡോട്ട്സ്. ഇനി ഓക്സിജൻ വരുമ്പോൾ ഓക്സിജന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 1 2 പിന്നെ പെയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. 3 4 5 6 ഇങ്ങനെ പെയേഴ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ലൂയിസ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓഫ് എൻ എലമെന്റ് പ്ലസ് വാലൻസ് ഇലക്ട്രോൺസ്, ആൻഡ് വാലൻസ് ഇലക്ട്രോൺസ് ആർ റെപ്രസെന്റഡ് ആസ് dots around the symbol of the element. The first 4 electrons are represented as single dots around the symbol, and then 5th electron onwards they are represented as pairs. So first 4 electrons are represented as single dots around the symbol, while 5th electron onwards they are represented as pairs. ഇവിടെ കണ്ടോ, കാർബൺ വരെ നമ്മൾ സിംഗിൾ ഡോട്ട്സ് ആണ് റെപ്രസെന്റ് ചെയ്തത്. എന്നാൽ 5 ഇലക്ട്രോൺസ് ഉണ്ട് നൈട്രജന്റെ കേസിൽ. ഓക്സിജൻ ആണെങ്കിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. സോ 5th ഇലക്ട്രോൺ ഓൺവേർഡ്സ് നമ്മൾ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ നൈട്രജന്റെ കേസിൽ ഒരു പെയറും പിന്നെ 3 സിംഗിൾ ഡോട്ട്സും. ഓക്സിജൻ വന്നപ്പോൾ 3 പെയേഴ്സ് മാത്രം, കാരണം ഓക്സിജന് 6 ഇലക്ട്രോൺസ് ആണുള്ളത്. സോ 3 പെയേഴ്സ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഇനി നമുക്ക് Kossel-Lewis അപ്രോച്ചിന്റെ സമ്മറി നോക്കാം. This theory was based on the inertness of noble gases. Lewis pictured an atom as positively charged kernel and the outer shell. The outer shell could accommodate a maximum of 8 electrons. അല്ലെ, നമ്മൾ കണ്ടു ഒരു ക്യൂബും സെൻട്രലിൽ ഒരു കേർണലും ഉണ്ട്. കേർണൽ മീൻസ് ന്യൂക്ലിയസ് പ്ലസ് ഇന്നർ ഇലക്ട്രോൺസ്. ഔട്ടർ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബാണ്. ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ അക്കോമഡേറ്റ് എ മാക്സിമം ഓഫ് 8 electrons. Third point, the electrons occupy the corners of a cube which surround the kernel. Okay. Fourth point, atoms achieve stable octet when they are linked by chemical bonds. അല്ലെ, കെമിക്കൽ ബോണ്ട്സ് വഴി ആറ്റംസ് ലിങ്ക് ചെയ്യുമ്പോഴാണ് ആറ്റംസിന് സ്റ്റേബിൾ ഒക്ടറ്റ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. Fifth point, in the case of sodium and chlorine, the bond is formed by transfer of an electron. അതായത് സോഡിയം മെറ്റലാണ്, ക്ലോറിൻ നോൺ മെറ്റൽ ആണ്. സോ ഞാൻ പറഞ്ഞു മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ദ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് എൻ ഇലക്ട്രോൺ, ബിക്കോസ് മെറ്റൽസ് ഹാവ് എ ടെൻഡൻസി ടു ഡൊണേറ്റ് ദെയർ ഇലക്ട്രോൺസ് ആൻഡ് നോൺ മെറ്റൽസ് ഹാവ് എ ടെൻഡൻസി ടു accept electrons, right? And sixth point, in the case of chlorine, hydrogen, fluorine, nitrogen, etc. അതായത് നോൺ മെറ്റൽസ് അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ദ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഷെയറിംഗ് എ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അവർ തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഡൊണേഷനും ഗെയിനിങ്ങും ഒന്നുമില്ല.
അതായത് നോൺ മെറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫറിങ് ഇല്ല, പകരം ഷെയറിംഗ് ആണുള്ളത്. ഓക്കെ, സോ ബോണ്ട് ട്രാൻസ്ഫറിങ് വഴി വേണമെങ്കിലും ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴി വേണമെങ്കിലും ഫോം ചെയ്യാം. ഇത്രയും പോയിന്റ്സ് ആണ് കോസൽ-ലൂയിസ് അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞത്. ഇനി ടെട്രോൾ ആൻഡ് കോവലന്റ് ബോണ്ടാണ്, അത് നമുക്ക് നെക്സ്റ്റ് ലെസണിൽ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.